നമസ്കാരം. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും നമുക്ക് നേരിടേണ്ടി വരാറുണ്ട്. ഓരോ വളവിലും തിരിവിലും ഓരോരോ അത്ഭുതങ്ങളാണ് ജീവിതം നമുക്ക് വേണ്ടി ഒളിപ്പിച്ചു വെക്കുന്നത്. അതൊരു പക്ഷേ ചിലപ്പോൾ സങ്കടത്തിൻ്റെയോ ആകാം, പ്രിയപ്പെട്ടവരുടെ ചില അപകടങ്ങളോ, അല്ലെങ്കിൽ നമ്മുടെ നല്ല സൗഹൃദങ്ങളുടെ അപ്രതീക്ഷിതമായ മരണങ്ങളോ, അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. അപ്രതീക്ഷിതമായിട്ട് സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് ജീവിതത്തെ കുറേ കൂടി മനോഹരമാക്കും. ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട്, സ്കൂളിൽ നിന്നൊക്കെ ചിലപ്പോൾ വരുമ്പോൾ വീട്ടിൽ എത്തുമ്പോൾ തൊട്ടടുത്ത ചായക്കടയിൽ നിന്ന് ചിലപ്പോൾ ചൂടുള്ള പഴംപൊരിയോ അല്ലെങ്കിൽ വടയോ ഒക്കെ അപ്പം മേടിച്ച് വെച്ചിട്ടുണ്ടാവും. അത് അപ്രതീക്ഷിതമായിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഒട്ടുമേൽ പ്രതീക്ഷിക്കാതെ വരുമ്പോഴാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട്, എന്നാലത് ഉണ്ടായിട്ടുമില്ല താനും. അല്ലെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഞായറാഴ്ച അപ്പം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇടിയപ്പത്തിനകത്ത് പഞ്ചസാര ഇട്ട് പാലൊഴിച്ച് നിങ്ങൾ കൊണ്ടുവരുന്നൊരു ഐറ്റം, അതും സ്ഥിരമായിട്ടല്ല, വല്ലപ്പോഴും തോന്നുമ്പോൾ മേടിച്ചുകൊണ്ട് വരും. പക്ഷെ അത് ആ ദിവസത്തെ കൂടുതൽ മനോഹരമാക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ ഒരു ആശ്രമത്തിലെ ഒരു വൈദികൻ പറഞ്ഞതുപോലെ, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, വൈദിക പരിശീലന കാലത്ത് വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ അച്ഛൻ പറയും, പോകുമ്പോൾ ഒരു മസാല ദോശയെങ്കിലും വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോകണം കേട്ടാണ്. സ്ഥിരമായിട്ട് വേണ്ട, വല്ലപ്പോഴും ഒക്കെ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം. കാരണം അതവിടെ കൊണ്ടുചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരൊട്ടുമേൽ പ്രതീക്ഷിക്കാതെ ചില സാധനങ്ങൾ, സംഗതികൾ നമ്മൾ കൊണ്ടുചെല്ലുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരിയും അവരുടെ മനസ്സിൽ കാണുന്ന ഒരു തെളിമയുണ്ട്. അത് നമുക്ക് വലിയ സന്തോഷവും ആനന്ദവും നൽകും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരപ്പനാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള ചില അത്ഭുതങ്ങൾ, ചില സന്തോഷങ്ങൾ, ചില സർപ്രൈസുകൾ ഒളിപ്പിച്ചു വെക്കാനായിട്ട് പറ്റട്ടെ. ഒരു ചെറിയ മധുരപലഹാരമോ ഒരു ചെറിയ കളിപ്പാട്ടമോ അങ്ങനെ എന്തെങ്കിലും അവരുടെ മനസ്സിൽ ആഗ്രഹമുള്ളതായിരിക്കും, പണ്ടെങ്ങോ അവർ പറഞ്ഞിട്ടുള്ളതായിരിക്കാം. പക്ഷേ നനച്ചിരിക്കാതെ അത് കൊടുക്കാനായിട്ട് കഴിയട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഒരു പക്ഷേ അവൾ ജോലി ചെയ്ത് വീട്ടിൽ അടുക്കളയിലും അടുത്തിരിക്കുമ്പോൾ അവളറിയാതെ തന്നെ ആ ഊട്ടുമുറിയിൽ കൊണ്ട് വെച്ച് അവളുടെ മുഖത്തെ തെളിമ കൂടുതൽ തെളിയിപ്പിക്കാനായിട്ട് ചെറിയ ചില സർപ്രൈസുകൾ പ്രിയപ്പെട്ടവൾക്കായിട്ട് ഒരുക്കാൻ കഴിയട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ ഒരു പക്ഷേ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു ഭക്ഷണ സാധനമാകാം. ജോലി കഴിഞ്ഞ് അയാൾ തിരിച്ച് മടുത്തു വരുമ്പോൾ അയാൾ പോലും അറിയാതെ നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അത് അയാളുടെ മുന്നിലേക്ക് വിളമ്പി കൊടുക്കുമ്പോൾ ആ മുഖത്ത് തെളിയുന്ന ഒരു സന്തോഷം, അപ്രതീക്ഷിതമായിട്ടുള്ള സന്തോഷങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അപ്രതീക്ഷിതമായിട്ടുള്ള സങ്കടങ്ങൾ ജീവിതയാത്രയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, അറിഞ്ഞോ അറിയാതെ. പക്ഷേ നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്ന മനുഷ്യർക്ക് അൺഎക്സ്പെക്റ്റഡായിട്ട്, സർപ്രൈസായിട്ട് സന്തോഷങ്ങൾ കൊടുക്കാൻ, അതിലൂടെ അവരുടെ ചിരിവട്ടം കൂടുതൽ തെളിയാൻ നമുക്ക് വീണ്ടും അങ്ങനെ ജീവിതത്തെ കുറേ കൂടി സുന്ദരമാക്കാൻ ശ്രമിക്കാം.